ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ കേരളത്തിൽ നമ്മുടെ എല്ലാം വീടുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഫെബ്രുവരി അവസാനമായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ചൂട്. വെളിയിൽ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വെട്ടി വേർക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എ സികൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിരവധി ഡീലുകളാണ് നടക്കുന്നത്. അതും നമുക്കെല്ലാം വളരെയധികം സുപരിചിതമായിട്ടുള്ള 5 ബ്രാൻഡുകളുടെ എ സീസ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി ഓഫറിലുള്ളത്. നമ്മളൊരു എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. വാങ്ങുന്ന എ സിയുടെ കപ്പാസിറ്റിയാണ്. ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ടൺ ഉണ്ട്, 1.5 ടൺ ഉണ്ട്, 2 ടൺ ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2 ടെക് സ്പെക്സ് ആണ്. നമ്മൾ ഐഫോണിൽ ഒരു പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ എന്ത് പുതിയ ഫീച്ചേഴ്സാണ് ഇതിൽ എക്സ്ട്രാ പ്രീവിയസ് ജനറേഷനേക്കാൾ കൂടുതലുള്ള എന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം വരുന്ന എ സികളിലും ഇതേപോലെ കുറേയധികം ടെക് ലോഡഡ് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള എ സികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ എ സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം മാറ്റർ അല്ലെങ്കിൽ ഹോം കിറ്റ് അത് എനേബിൾ ചെയ്തിട്ടുള്ള എ സികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോണോ അല്ലെങ്കിൽ മാക്കോ ഐപാഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എ സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഇൻവേർട്ടഡ് എ സി. അതിൽ ഡ്യുവൽ ഇൻവേർട്ടഡ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഇൻവേർട്ടർ ടെക്നോളജി വന്നപ്പം പവർ അധികം കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് ഈ ഒരു ഇൻവേർട്ടഡ് എ സിക്ക് ഉള്ളത്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ആണ്. 3 ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ആണ്. അതിൽ തന്നെ 3 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ പലർക്കും അറിയാം. ഈ സ്റ്റാറുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എനർജി കൺസപ്ഷനെയാണ്. അതായത് 3 സ്റ്റാർ ഉള്ള എ സി എന്ന് പറയുന്നത് 5 സ്റ്റാർ ഉള്ള എ സിനേക്കാൾ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് പൈസ കൂടിയായാലും നിങ്ങൾ 5 സ്റ്റാർ ഉള്ള എ സി തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതാണ് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ്. ഇനി ഈ പറഞ്ഞ എ സികളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിൽ ഇത് പർച്ചേസ് ചെയ്യാം. അതിൽ 6 മന്ത്സ്, 9 മന്ത്സ്, 12 മന്ത്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിൽ ഈ എ സികൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കാരണം ഓഫ്ലൈനിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മാർജിനിൽ നമുക്ക് എ സികൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഴയ എ സികളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അപ് ടു 6,000 rupees വരെ ക്യാഷ് ബാക്കും ലഭിക്കും എന്നുള്ളതാണ്. സോ നല്ലൊരു ഓഫറിൽ എ സി പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫ്ലിപ്കാർട്ട് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.